ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനത് എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ അഖിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ഇപ്പൊ ഒരു ഫോൺ കോളിനപ്പുറമുണ്ടോ? കൊട്ടേഷൻ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയുടെ ലൈഫിൽ. ആ കാലഘട്ടം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഈ റീസെന്റിലായിട്ട് അടിയും മേടിച്ചു പോയ ഒരുത്തൻ അതിനിടയിൽ കിടന്ന് നന്നായിട്ട് കളിച്ചു. അതിനുശേഷം ഇയാളൊരു പോസ്റ്റ് ഇട്ടു, ഞാനും കാദർ കരിപ്പൊടി ഞങ്ങൾ സുഡാപ്പീസ് ഈ പറഞ്ഞ SDPI ഇതിന്റെയൊക്കെ എന്താ ചാരന്മാരാണെന്ന് അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വലിയ വാക്കുകളാണ് ഉപയോഗിച്ചത്. വേടൻ എന്ന ആർട്ടിസ്റ്റ്, വേടൻ എന്ന മനുഷ്യൻ, വേടൻ എന്ന ആർട്ടിസ്റ്റ്. അപ്പൊ വേടന് വേണ്ടി വരികൾ എഴുതുന്ന വേറെ ആരെങ്കിലും ആണോ എന്ന് ചെറുതായി സംശയം തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നാളെ LDF സർക്കാർ മാറി UDF സർക്കാർ വന്നാൽ ആ വേദിയിൽ വേടൻ പോയി നിൽക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വേടനെ യൂസ് ചെയ്യാൻ, കാരണം അവർക്കൊരു യങ് ഫേസ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാണിക്കാൻ റിയാസ് അല്ലാതെ വേറൊരു മുഖങ്ങളില്ല, ബാക്കിയുള്ളതൊക്കെ കോമാളി മുഖങ്ങളാണ്. ശ്രീലക്ഷ്മി അറിയിക്കലൊക്കെ അങ്ങനെയാ, പാണ്ടിപ്പടയിലെ മറ്റേ പാണ്ടിപ്പട പോലെയാ, ഊരണ്ണനിക്ക് മൂടലെണ്ണനിക്ക് എന്ന് പറഞ്ഞ പോലത്തെ സപ്പോർട്ടാ. ഷിംജിതയുടെ കേസ് വന്നപ്പോ ഷിംജിതയ്ക്ക് അടിമുടി പോയി സപ്പോർട്ട് കൊടുത്ത ശ്രീലക്ഷ്മി അറക്കല് വേടൻ സ്വന്തം സുഹൃത്താണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ആ വിക്ടിംസ് എല്ലാം കൂട്ടമായി ചേർന്ന് കാൽക്കുലേറ്റഡ് ആയിട്ട് ഇവനെ തകർക്കാൻ നോക്കുകയാണെന്നുള്ള ഒരു സ്ഥിരം രാഹുൽ ഈശ്വർ ലൈനിലേക്കൊക്കെയാണ് ആര് പോകുന്നത്, ഇവര് പോണത്. ജീവനിൽ എന്ത് ഭയം, എന്തായാലും മരിക്കും. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC-കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ജെൻസി ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ പത്രങ്ങൾ വായിക്കാറില്ല, കാരണം വാർത്താവാഹകനായിട്ട് സീക്രട്ട് ഏജന്റ് ഉണ്ടല്ലോ എന്നാണ്. ആ രീതിയിലേക്ക് ഒരു യൂട്യൂബറുടെ പ്രസക്തി വളരുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഒരു ഡ്രൈവ് ഇൻ ഷോ പ്ലാൻ ചെയ്യുന്നത്. സീക്രട്ട് ഏജന്റ് അഥവാ സായിക്ക് മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യം ഉണ്ടെന്ന് സീക്രട്ട് ഏജന്റ്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളിപ്പോ അങ്ങനെ പത്രം വായിക്കുന്നില്ല. ട്രോളുകളിലൂടെയും സീക്രട്ട് ഏജന്റിലെ റിയാക്ഷൻ വീഡിയോസിലൂടെയും ഒക്കെയാണ് ഇതാണ്. പക്ഷെ അതിൽ പ്രധാനം ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആണല്ലോ. എത്രമാത്രം റെസ്പോൺസിബിളും ക്രെഡിബിളും ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്? 100% ശ്രമിക്കും. ശ്രമം 100%. ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നെ വ്യൂവേഴ്സ് പറയണം. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ വരുന്ന റെസ്പോൺസ്, അതൊക്കെയാണ് നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റി അളക്കുന്നത്. നമ്മളെന്തായാലും 100 അല്ല 1000 വട്ടം ശ്രമിക്കും. നാളെ നിന്ന് പോയാൽ അറിയിട്ടില്ലല്ലോ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഏകദേശം 17-18 മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസപ്രകാരം വേടന്റെ വിവാഹമായിരുന്നു. അപ്പൊ ആ കോണ്ടന്റ് ആണ് ഇന്ന് ചെയ്തിട്ട് ഏറ്റവും അവസാനമായിട്ട് ചെയ്തത് ആ കോണ്ടന്റ് ആണ്. അപ്പൊ ആ ഒരു കോണ്ടന്റ് വരുന്നു, ഞാൻ ഫിക്ഷണലായിട്ട് പറയുകയാണെ, സാങ്കല്പികമായിട്ട് ഒരു വായു മലിനീകരണത്തിന്റെ ഒരു പ്ലാന്റിന്റെ ഒരു ഫാക്ടറിയുടെ വാർത്തയും സീക്രട്ട് ഏജന്റിലേക്ക് വരുന്നു. ഏതിനായിരിക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക? ഓബിയസ്ലി വേടന്റെ കോണ്ടന്റ് ആയിരിക്കും. കാരണം വായു മലിനീകരണത്തിന്റെ കോണ്ടന്റ് ഡെപ്തിൽ അറിയണം. എവിടെ, എങ്ങനെ, എന്ത് നടന്നു, എന്തൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പുറം, ഏത് രീതിയിലാണത്, അതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി നോളജ് അക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വേടന്റെ കോണ്ടന്റ് ഈസ് ലൈക്ക് എന്താ പറയാ, സോഷ്യൽ മീഡിയ ബസ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് എനി ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പും പല സെലിബ്രിറ്റീസിനും കല്യാണം നടന്നപ്പോൾ ഇതേപോലെ കമന്റുകൾ വന്നിട്ടുണ്ട്, വേടൻ കോൺട്രവേഴ്ഷ്യൽ ആണ്. സോ ആദ്യം മുതലേ ആ ട്രാക്ക് എനിക്കറിയാം. എനിക്ക് അത്ര സമയം വേണ്ട അത് ചെയ്യാൻ. സോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റാ. അപ്പൊ ഞാനത് വാട്ട് കംസ് ദാറ്റ് സർവ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അത് ചെയ്യും. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. വേടൻ എന്ന ആർട്ടിസ്റ്റ്, വേടൻ എന്ന മനുഷ്യൻ. വേടൻ എന്ന ആർട്ടിസ്റ്റ്. എന്തുകൊണ്ട് വേടൻ എന്ന ആർട്ടിസ്റ്റ്? എനിക്ക് ആ ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ പറയുന്ന ആ ഒരു രാഷ്ട്രീയം, അപ്പൊ അയാളതാണോ ഒന്നും എനിക്കറിയില്ല. കാരണം പല സാഹചര്യങ്ങളും സീരിയസ്ലി ഞാൻ വീഡിയോയിൽ പറയുന്ന പോർട്രേറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയല്ല ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഞാൻ ഷോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്നെ ഇപ്പുറത്ത് വെച്ച് അത് ജഡ്ജ് ചെയ്ത് ഇവൻ അത് തന്നെയല്ലേ എന്നുള്ളൊരു സംശയത്തോട് കൂടി നോക്കും. വേടന്റെ കാര്യത്തിൽ വേടൻ പറയുന്ന നിറത്തിന്റെ രാഷ്ട്രീയം, സ്ത്രീ സംരക്ഷണം, ദളിത് പൊളിറ്റിക്സ്, വലിയവൻ ചെറിയവൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്ക്. ഇയാളുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്ക്, പലതും മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇപ്പൊ നമുക്കറിയാം പല മഹാനായ കലാകാരന്മാരും പിന്നെ അവരില്ലാത്തൊരു കാലത്ത് അവരുടെ കൃതികളും അവരുടെ എഴുത്തുകളും ഒക്കെ വേറൊരാളെ സബ് വെച്ച് എഴുതിച്ചതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ആ രീതിയിലാണെങ്കിലോ. ഷേക്സ്പിയറിന്റെ ഒരു കൂട്ടം ആളുകളാണെന്നൊക്കെ. അപ്പൊ അങ്ങനെയാണെന്ന് നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ
കാരണം എനിക്ക് അങ്ങനത്തെ വേരിയേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് ഓപ്പൺ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേടന്റെ കാര്യത്തിൽ നാളെ അങ്ങനെയാണെങ്കിലോ അങ്ങനെ അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ വേടന് വേണ്ടി വരികൾ എഴുതുന്ന വേറെ ആരെങ്കിലും ആണോ എന്ന് ചെറുതായി സംശയം തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പൊതുവേദികളിലൊക്കെ സംസാരിക്കുമ്പോഴും അതേ ഡെപ്തിൽ സംസാരിക്കണമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഡെപ്ത് ആദ്യം 2018-19 CA വരുന്ന സമയത്ത് ആ ടൈം മുതലുള്ള വേടന്റെ ഡെപ്തിലുള്ള സംസാരങ്ങളും ഇപ്പൊ സംസാരിക്കുന്നതും ഒരേ കാര്യങ്ങളാ. ഒരേ ടോപ്പിക്, ഒരേ കാര്യങ്ങൾ. അയാൾക്ക് പ്രത്യേകിച്ച് അതിനൊരു അപ്ഡേറ്റഡ് വേർഷൻസ് ആയിട്ട് അയാളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പറയുന്നതും ഒരേ കാര്യമാണ്. ഞാൻ ബ്രോനോട് ചോദിക്കട്ടെ, നമ്മളെ നാട്ടില് അപ്പോ നിറത്തിന്റെ അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഡിസ്ക്രിമിനേഷൻ ഈസ് ദേർ. ജാതീയമായ ഡിസ്ക്രിമിനേഷനേക്കാൾ കൂടുതൽ അടിമത്വം വരുന്നത് എവിടെയാ? ഒരു കമ്പനിയിലാണ്, ഒരു ക്ലാസ് റൂമിലാണ്, അല്ലേ? അല്ലാതെ ജാതീയമായ അടിമത്വം അതുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. ഇപ്പോഴും നമുക്ക് അടിമത്വം കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എവിടെയാ? ഞാൻ ഇപ്പൊ പോയിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യണു, ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണ്, എന്റെ മുകളിലുള്ളവർ എന്നെ അടിമയാക്കി ട്രീറ്റ് ചെയ്യും. അതെ. അപ്പൊ ഇതന്നെ കോളേജിലും സ്കൂളിലും വേണ്ട. നമ്മള് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആൾക്കാരെ സർവ് ചെയ്യാനാ പോലീസുകാരിയിരിക്കുന്നത്, പക്ഷെ നമ്മളെ കാണുന്ന ഒരു അടിമയായിട്ടായിരിക്കും. ഈ രാഷ്ട്രീയമാണ് പറയേണ്ടതാണ്. അതാണ് ഇപ്പൊ റെലവെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും അപ്ഡേറ്റ് ആവാത്ത വേടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയാ ജാതീയമായ ആ ഒരു അടിമത്തത്തിനെ കുറിച്ചാണ്. ഈ വേടന്റെ ടോപ്പിക് സീക്രട്ട് ഏജന്റ് സംസാരിക്കുന്ന സമയത്തൊക്കെ 1-2 ഇടങ്ങളിലൊക്കെ ഇപ്പൊ വേടൻ അതിക്രമം കാണിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ കേസസ് എനിക്കറിയാം, ഞാൻ അതിനെപ്പറ്റി ഡീപ്പായി പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും വേടൻ അങ്ങനെ ആ വിധത്തിൽ സീക്രട്ട് ഏജന്റ് ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിൽ പഠനങ്ങളിൽ അങ്ങനെ ഒരു സീരിയസ് ഒഫൻഡർ തന്നെയാണോ? അങ്ങനെ ഇല്ല, എനിക്ക് 1-2 ഇന്റർവ്യൂസ് പബ്ലിക് മീഡിയത്തിൽ അവൈലബിൾ ആട്ടോ, യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് അവരുടെ തുറന്നു പറച്ചിലുകൾ, പിന്നെ അവരെ കണക്ട് ചെയ്യാൻ പറ്റിയ സോഴ്സുകളിലൂടെ, അതാരാ എന്താന്ന് വ്യക്തമാക്കാൻ എനിക്ക് താല്പര്യമില്ല, അവരിലൂടെ സംസാരിച്ചപ്പോഴൊക്കെ ഒരേ മോഡസ് ആണ്. അതായത് അപ്രോച്ച് ചെയ്യുന്ന രീതി സെയിം ആണ്, പലരോടും പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമിലർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡസ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം കേസിൽ പറയൂലോ, ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മോഡസ് എല്ലാരോടും ഒരുപോലെയാണ്. ഈ റിപ്പീറ്റഡ്ലി ലൈക്ക് ഒഫൻസ് ചെയ്യുന്ന, ക്രൈം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പെർട്ടിക്കുലർ മോഡസ് അവർ ഫോളോ ചെയ്യും. അത് വേടന്റെ കേസിൽ ഭയങ്കര വിസിബിൾ ആണ്. വേടനിലൊരു വേട്ടമൃഗം പോലെ, വേട്ടക്കാരൻ പോലെ വേടനിലൊരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റ്. ഞാൻ മറ്റേ കോട്ട് ഇട്ടിട്ടാട്ടോ പറയുന്നത്, പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ റീസെന്റ് കേസുകൾ വന്നിട്ടില്ലല്ലോ. അപ്പോ അതെന്തോ ഉണ്ടോ ഇല്ലേ, അത് വരികയാണെങ്കിൽ വരും, ഇല്ലെങ്കിൽ നല്ലത് ആർട്ടിസ്റ്റിന്, അങ്ങനെ പറയാം. ഈ വേടന് മറ്റ് ഈ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ വിട്ടിട്ട് കുറച്ച് അധിക പ്രിവിലേജ് കിട്ടുന്നത് പോലെ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അയാള് പ്രത്യക്ഷത്തിൽ ഇപ്പോ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. അയാള് നിൽക്കുന്ന വേദികള് ഇപ്പോ ഓബിയസ്ലി കമ്മ്യൂണിസ്റ്റ് വേദികളാണ്. സോ അതും തന്നെ അയാള് പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നാളെ LDF സർക്കാർ മാറി UDF സർക്കാർ വന്നാൽ ആ വേദിയിൽ വേടൻ പോയി നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ വേടന്റെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയം അയാൾ ഇതുവരെയായിട്ട് എന്ത് പറഞ്ഞിട്ടില്ല, ഏത് രാഷ്ട്രീയമാണ് അയാളുടെ എന്നുള്ള അയാൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഹീസ് എ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിക്കാണ് ചിന്ത പോണത്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന പ്രിവിലേജ് അത് ഇവര് വേടനെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കാം. ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വേടനെ യൂസ് ചെയ്യാൻ, കാരണം അവർക്കൊരു യങ് ഫേസ് ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് കാണിക്കാൻ റിയാസ് അല്ലാതെ വേറൊരു മുഖങ്ങളില്ല, ബാക്കിയുള്ളതൊക്കെ കോമാളി മുഖങ്ങളാണ്. സ്വരാജ് ഒക്കെ യങ് എപ്പോഴാ ബ്രോയെ? ജെൻസി ക്രൗഡിനെ ആകർഷിക്കുന്ന ഒരു ക്രൗഡ്, സെലിബ്രേറ്റഡ് ജെൻസി ക്രൗഡിനെ എടുക്കാൻ അവർക്ക് വസീഫിനെ. അപ്പൊ ഞാൻ പറയാം, അവരുടെ സോഷ്യൽ മീഡിയ മുഖങ്ങൾ, ഡിബേറ്റ് ഫേസസ്, ഇവർക്ക് ആർക്കെങ്കിലും ജയിക്കിന് പറ്റുമോ? വസീഫിന് പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സെലിബ്രേറ്റഡ് ഗ്ലാമർ ഫിഗർ വേണം. പണ്ട് കമ്മ്യൂണിസത്തിൽ എന്തായിരുന്നു അറിയോ, ഈവൻ സിനിമാക്കാരുടെ ഇടയിലും കമ്മ്യൂണിസം പറയുന്ന സെലിബ്രിറ്റി മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ അത് കൂടുതലായിട്ടുള്ളത്
സംഘപരിവാറിനും BJPക്കുമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് വേടൻ ഒരു നല്ല ടൂളാണ്. അപ്പൊ ഇവര് വേടനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രിവിലേജ് ആര് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്, വേടൻ നന്നായി യൂസും ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ജാതിയുടെ രാഷ്ട്രീയം, മതത്തിന്റെ രാഷ്ട്രീയം, നിറത്തിന്റെ രാഷ്ട്രീയം വേണ്ട. ഇന്ന് ഈ കല്യാണത്തിന് വന്ന ഒരു കോമൺ കമന്റ് ഉണ്ട്. കല്യാണം നടന്ന സമയത്ത് തന്നെ എന്താ പറയാ, രാഷ്ട്രീയം അനൗൺസ് ചെയ്യുന്ന പോലെ MV ഗോവിന്ദൻ മാഷ് അനൗൺസ് ചെയ്തു. അപ്പൊ മൊത്തത്തിലൊരു എന്താ പറയാ, പ്രിവിലേജ് ഫ്രം ദ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. പിന്നെ അയാൾ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴായിട്ട്. പല വിമൺ ആക്ടിവിസ്റ്റുകളുടെയും ഒരു ഉണ്ട്. ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഒരു ഇഷ്ടം പോലെ വട്ടം എന്താ പറയാ, എന്നുടൽ അണ്ണനിക്ക് ഉയരണ്ണനിക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് ശ്രീലക്ഷ്മി അറക്കലൊക്കെ അങ്ങനെയാ. പാണ്ടിപ്പടയിലെ മറ്റേ പാണ്ടിപ്പട പോലെയാ, ഉയരണ്ണനിക്ക് ഉടലണ്ണനിക്ക് എന്ന് പറഞ്ഞ പോലത്തെ സപ്പോർട്ടാ. അല്ലാതെ അവിടെ വിക്ടിമിന് എന്താ പറയാനുള്ളത്, അതിന്റെ മോഡസ്. ഇപ്പൊ ഷിംജിതയുടെ കേസ് വന്നപ്പോ ഷിംജിതയ്ക്ക് അടിമുടി പോയി സപ്പോർട്ട് കൊടുത്ത ശ്രീലക്ഷ്മി അറക്കല് വേടൻ സ്വന്തം സുഹൃത്താണ്, മനസ്സിലായോ? ആ സുഹൃത്ത് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളെ ഇതേ ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്ത് മോശമായ രീതിയിൽ വാഗ്ദാനം കൊടുത്ത് പീഡനം നടത്തി എന്ന് പറയുമ്പോ അവിടെ വിക്ടിമിന് എന്ത് കേൾക്കണം എന്നൊക്കെ അത് കേൾക്കുന്നതിനുപരി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ആ വിക്ടിംസ് എല്ലാം കൂട്ടമായി ചേർന്ന് കാൽക്കുലേറ്റഡ് ആയിട്ട് ഇവനെ തകർക്കാൻ നോക്കുകയാണെന്നുള്ള ഒരു സ്ഥിരം രാഹുൽ ഈശ്വർ ലൈനിലേക്കൊക്കെയാണ് ആര് പോകുന്നത്, ഇവര് പോണത്. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നില്ലേ. പിന്നെ ശരിക്കും ഇപ്പൊ ഈ സ്ത്രീകൾക്ക് ഒരുപാട് സ്പോക്ക് പേഴ്സൺസ് ഉണ്ടല്ലോ, അതുപോലെ പുരുഷന്മാർക്ക് അങ്ങനെ വാലിഡ് ആയിട്ട് കറക്റ്റായിട്ട് പറയാൻ ആരുമില്ല. അങ്ങനെ ഒരു ആരുമില്ല. നാദിനില്ല കളരിയാണ് പിന്നെ ഡെഫിനറ്റ്ലി. കാരണം എല്ലാവർക്കും ഒരു മോട്ടീവ് ഉണ്ട്. ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആദ്യത്തെ മറ്റേ ചങ്ങായി വട്ടിയൂർക്കാവ് അജിത് കുമാർ, മറ്റേ പുരുഷ മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ചങ്ങായി, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു മോട്ടീവ് ഉണ്ട്, മനസ്സിലായോ? അതായത് അതിൽ നിന്ന് കുറച്ച് കാശ് ഉണ്ടാക്കണം, അതിന്റെ തലപ്പത്ത് വന്ന് കുറച്ച് ആൾക്കാരെ തീർക്കണം, എന്തിന് സ്വന്തം ഭാര്യയും അമ്മേനെയും വരെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള ഒരു മോട്ടീവ് ഉള്ള ഒരാള്. ഇപ്പുറത്തെ രാഹുൽ ഈശ്വറിനെ നോക്കുമ്പോൾ രാഹുൽ ഈശ്വറിന് ഹൈലി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ കേസ് മാത്രം മതി, അല്ലാത്ത കേസുകളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. ഇപ്പൊ ഇതൊരു കമ്മീഷനാക്കി മാറ്റി ഇതിൽ നാളെ ഒരു പുരുഷ കമ്മീഷൻ വന്നാൽ അതിന്റെ തലപ്പത്ത് വന്നാൽ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോ അത് മാത്രം കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കത് ഒട്ടും, എനിക്കതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എപ്പോഴും ഒരു തരം എന്താ പറയാ, സെൽഫ്ലെസ് എന്ന് പറയാൻ പറ്റില്ല. ഒക്കെ അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്കും അതിനും ഇതിനൊക്കെ വേണ്ടി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള പിന്നെ ഞാൻ പറയാം, പുരുഷനോ സ്ത്രീക്കോ സംസാരിക്കാൻ എന്തിനാണ് ഇപ്പൊ വേറൊരു കൂട്ടം ആളുകളുടെ മുഖവും സംസാരവും സോഷ്യൽ മീഡിയയില്ലേ. എനിക്ക് എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല സംഭവിച്ചു കഴിഞ്ഞാൽ. നാളെ അതേപോലെ എല്ലാവരും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സീനൊന്നുമില്ല. പിന്നെ നിയമമുണ്ട്, കോടതി ഉണ്ട്, അങ്ങനെയും പോവാം. ഈ വേടന്റെ കല്യാണത്തിന് റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ്സ് ഓരോന്നോരോന്നായിട്ട് വായിച്ച് റിയാക്ട് ചെയ്യാം. അതില് സീക്രട്ട് ഏജന്റ് കണ്ട ഒരു ക്യാച്ച് എന്തായിരുന്നു? കണ്ടന്റ് ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ആലോചിച്ചത്, ഇതിലൊരു സംഘപരിവാറിൻ്റെതായിട്ടുള്ള കടന്നു കയറിയിട്ടുള്ള ഒരു ആക്രമണം വേടന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേടൻ ആക്രമിക്കുന്നതിന് പകരം വേടന്റെ കല്യാണം കഴിച്ച പെൺകുട്ടി നവമി, അവരെ കയറി അവരെ നിറം പറഞ്ഞ് ആക്രമിക്കുക. അതായത് കറുപ്പിനെ കുറിച്ച് പറയുന്നവൻ എന്തിനാടാ വെളുത്ത പെണ്ണ്, അങ്ങനെ ഒരു തരം വൃത്തികേട് ഉയർന്ന ജാതിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുക. അതുപോലെ ഇത് 10 ദിവസമേ നിൽക്കൂ, ഇത് 5 ദിവസമേ നിൽക്കൂ. അങ്ങനത്തെ മറ്റേ കണിയാന്മാര് മറ്റേ ജോത്സ്യന്മാര് പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യുക. അത് പ്രഡിക്ഷൻ അല്ല, പ്രാക്കാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഭരണഘടനയെ സാക്ഷിയാക്കി കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോ ഇതേ ഭരണഘടനയ്ക്കെതിരെയല്ലടാ നീ സ്ത്രീകളെ, ആ ചോദ്യം ഈസ് സംവാട്ട് എന്താണ്, ഒരു രോഷത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു ദേഷ്യത്തിൽ നിന്ന് വരുന്നത്. അതിനൊരു റെലവൻസ് സംഗതി നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വെക്കാൻ പറ്റും? ആ കാര്യം ഒരാളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കമന്റ് ഇട്ടവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിനോ അല്ലെങ്കിൽ അവന്റെ അടുത്തൊരു ഡേയിലോ അവനൊരു ഒഴിവ് പോലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാണ്. നാട്ടുകാരെല്ലാരും കൂടി വന്നിട്ട് കുടുംബക്കാരും വന്നിട്ട് തൊലഞ്ഞു പോട്ടെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഈ ശരിക്കും ഈ ആളുകളെ കളിയാക്കിയും പലപ്പോഴൊക്കെ പ്രശംസിച്ചിട്ടും
ഓക്കെ അരിയണ്ണൻ എന്ന് വിളിക്കുമ്പോ അത് അതേ സ്പിരിറ്റോടുകൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ തന്നെ ഇട്ട് കൊടുത്ത പേരല്ലേ, അപ്പൊ പിന്നെ ഞാൻ ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളണ്ടേ പറ്റൂ. ഞാൻ തന്നെ ഇട്ട് കൊടുത്ത പേരാ, ഞാൻ അരിക്ക് വേണ്ടി ഞാൻ നോക്കുമ്പോ എന്താ അറിയോ, സോഷ്യൽ മീഡിയ എല്ലാ നന്മമരങ്ങള് ഞാൻ നോക്കുമ്പോ എല്ലാരും വന്ന് പറയുന്നത് അവരെന്തോ ചാരിറ്റി ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യുന്നേ, അല്ലെങ്കിൽ വേറെ എന്താ പറയാ, അവര് നന്മയ്ക്കും സന്തോഷത്തിനും എല്ലാം മഹാബലിയിലായിരുന്നു. സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നു, ബാക്കിയുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. എൻഡ് ഓഫ് ദ ഡേ ഇന്ന് മോണിറ്റൈസ്ഡ് ആയിട്ട് എമൗണ്ട്, ഞാൻ എന്റെ റവന്യൂ ഒക്കെ തുറന്നു പറഞ്ഞ ആളാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതൊന്നും പറയുന്നില്ല. കാണുന്ന പ്രേക്ഷകന് ഇത് അറിയണ്ടേ, കാരണം ഇവന്റെ ഡാറ്റ കളഞ്ഞിട്ടല്ലേ നമുക്ക് ഈ പറഞ്ഞ വ്യൂവർഷിപ്പ് വരുന്നേ, അതിനാണ് നമുക്ക് എമൗണ്ട് വരുന്നേ. ഞാൻ നോക്കുമ്പോ ദാറ്റ്സ് ഗുഡ്, പറഞ്ഞപ്പോ എന്താ പ്രശ്നം, ഞാൻ അരിക്ക് വേണ്ടി ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞങ്ങൾ അരിയണമെന്നോ എന്ത് കോപ്പ് വേണമെങ്കിൽ വിളിച്ചോ, എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ അരിയണ്ണൻ എന്നുള്ളൊരു ഡയറക്ടറായിട്ടുള്ള വാക്കൊക്കെ വെച്ചതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുമ്പോഴേ ശരിക്കും സീക്രട്ട് മുഴുവനും പൈസക്ക് വേണ്ടിയിട്ടാണേ എന്നുള്ളൊരു അങ്ങനെ ഒരു എല്ലാരും പൈസക്ക് വേണ്ടിട്ടല്ലേ, ആരാ പൈസക്ക് വേണ്ടി അല്ലാതെ ഈ ഞാൻ എന്നോട് തിരിച്ച് നീ പൈസക്ക് വേണ്ടിട്ടല്ലാന്ന് ചോദിക്കുന്നവൻ പൈസക്ക് അല്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? ശരി, നന്മ ചെയ്താലടക്കം ഇതിനൊരു പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്നൊരു അത് ആഡഡ് ബോണസ് അല്ല, അത് എടുക്കുന്നവന് എടുക്കാം, സെൻസ് ഉള്ളവന് അത് എടുക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഒരിക്കലും വന്ന് ക്ലെയിം ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത വീഡിയോ എന്നുള്ള ഔട്ട്പുട്ട്സ് ഒന്നും. ഇഷ്ടംപോലെ വീഡിയോ, ഇഷ്ടംപോലെ ഔട്ട്പുട്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പല കേസിന്റെ ഭാഗമായിട്ട് എന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ വിളിപ്പിച്ചിട്ടുണ്ട്. പല കാര്യത്തിലും ഞാൻ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാറില്ല, ഇതൊന്നും എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഇതിന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറില്ല, എടുത്ത് പിടിച്ച് അടിക്കാറില്ല. എനിക്ക് ആ കണ്ടന്റ് ചെയ്തു, അത് നാട്ടുകാരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു, അതിൽ എന്റെ POV എന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രസന്റ് ചെയ്തു, ഞാൻ പോയി, അത്രേ ഉള്ളൂ. അതൊന്നും ഇപ്പൊ ഇനി അരി വാങ്ങാനാണെങ്കിൽ അരി വാങ്ങുന്നത് എന്താണ് വിചാരിച്ചു, എനിക്ക് കുഴപ്പമുള്ള കാര്യം, ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ള മാതിരി ഞാനോട് പോകും. അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഏറ്റവും ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഉണ്ണി മുകുന്ദനും സായും കൂടി സംസാരിക്കുന്നു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളത്. അതായത് രണ്ടഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഈഗോയൊക്കെ മാറ്റിവെച്ച് അവർ തമ്മിലുള്ള സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പെരുമാറുന്നത് ഒരു കാഴ്ചയായിട്ട് എനിക്ക് കണ്ടത്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദ ലവ് ഫോർ ക്രിക്കറ്റ് അതും ആ വീഡിയോയിൽ ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. ഇപ്പൊ മൊത്തം ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം, എന്നാലും എന്താണ് ഉണ്ണിമുകുന്ദനായിട്ട് സായി സംസാരിച്ചത്? പഴയ അന്നുണ്ടായ കാര്യങ്ങളില് ഉണ്ടായ സംഭവങ്ങള് ക്ലാരിറ്റി വരുത്തി അത്രേ ഉള്ളൂ. പിന്നെ ഇടയില് കളിച്ച കുറച്ച് ആൾക്കാര് അങ്ങനെ പോയി. അന്ന് ഇടയിൽ കളിച്ച ആളുകൾ ഉണ്ടായിരുന്നു പോലെ 1-2 ആൾക്കാർ അല്ല, അവരെന്നെ പിന്നെ ഉണ്ണിമുകുന്ദന്റെ ജീവിതത്തിൽ പിന്നെയും കളിച്ചു. ഓക്കെ വ്യക്തമായി. അങ്ങനെ കുറച്ച് കൊട്ടേഷൻ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതായത് സായിക്കെതിരെ എനിക്കെതിരെ. അങ്ങനെ അയാളെ മാനിപ്പുലേറ്റ് ചെയ്തു, അതുപോലെ ഇപ്പുറത്ത് ഇനിയും മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. ഭയമൊന്നുമില്ലേ ജീവൻ? എന്ത് ഭയം, എന്തായാലും മരിക്കും. അല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞ എനിക്ക് ലൈഫിൽ ഇപ്പോ സ്നേഹമുണ്ട്. സ്നേഹനോടാണെങ്കിലും ഇപ്പൊ ഞാൻ പോയി പറയുന്നു, സ്നേഹം ഞാൻ ഇപ്പൊ നാളെ മരിച്ചു പോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം കാണും ഓബിയസ്ലി. അല്ലാതെ സ്നേഹക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച വല്ല ബേർഡൻ എടുത്ത് തലയിൽ കൊണ്ടുപോയി ചുമന്ന് നടക്കേണ്ട കാര്യമൊന്നുമില്ല. കടബാധ്യത മാത്രമല്ല, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച വേറെ വിഷമങ്ങളൊന്നും ഇല്ല സ്നേഹക്ക്. സ്നേഹക്ക് ഇപ്പൊ ഈ മനുഷ്യനാണ്, മറക്കാനുള്ള കഴിവുണ്ട്. ഞാൻ മരിച്ചാലും ചിലപ്പോൾ ഓർമ്മകൾ ഉണ്ടാവും, കുറച്ച് ദിവസം അത് ഹോണ്ട് ചെയ്യും, അത് കഴിഞ്ഞാൽ അവളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക. വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയുള്ള ഡോഗ്സ് ആണ്, അവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മേ ബി അവർക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ, മറക്കാനാശം പാടായിരിക്കും. അവർക്കുള്ള ചിലപ്പോൾ ഒരു വിഷമം കാണുമായിരിക്കും. അല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ എൻ്റെ മരണം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നൊരു ഫീലിംഗ് ഒന്നും എനിക്കൊരു തോന്നി. ഇപ്പം അങ്ങനെയാണോ നമുക്ക് മരണത്തെ പേടിക്കുക? നമ്മളെപ്പോഴാണ് മരണത്തെ പേടിക്കുക? ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞു, എനിക്ക് മരണത്തിനെ പേടിയാവും എപ്പോഴാച്ചെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാളെ അവരെന്ത് ചെയ്യും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും മരണം നമുക്ക് പേടിയാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. ഞാൻ ഇല്ലാതായാലും അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും പ്രത്യേകിച്ച് എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആർക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോണില്ല. അപ്പൊ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, മരിച്ചു.
അല്ല എന്നിട്ട് എന്താണ് ശരിക്കും ഉണ്ണിയായിട്ട് സംസാരിച്ചത്? എൻ്റെ ഉണ്ണിയുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അന്നുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഉണ്ണിയാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ കണ്ടിട്ടില്ല. ഉണ്ണിയുടെ വേർഷൻ അത് ഉണ്ണീനെ ഒരു ക്ലിപ്പ് മാത്രമാണ് കാണിച്ചത്. അത് മാത്രം കണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടാണ് ഉണ്ണി വിളിക്കുന്നത്. ഞാൻ അതിന് ശേഷം കൊടുത്ത റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും ഒരു ദേഷ്യവും വൈരാഗ്യം വരുമല്ലോ, എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചാൽ അന്ന് ശരിയാക്കി തരണം എന്നുള്ളൊരു സാധനത്തിൽ ഞാനും പോയി. പക്ഷെ ടൈം ഹീൽസ് എന്ന് പറഞ്ഞ പോലെ കുറേ ആണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഹീൽ ചെയ്യാൻ തുടങ്ങി. ഹീൽ ചെയ്തതിൻ്റെ മുകളിൽ പിന്നെയും മസാല ഇട്ടത് മാർക്കോ സിനിമേൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ സിനിമേൻ്റെ റിവ്യൂവിൽ എവിടെയും സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അത് ആ രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ രീതിയിൽ അതിന് ഒരു ട്രോളും മീമൊക്കെ വെച്ച് ഉണ്ണിയുടെ ലൈഫിൽ ആ കാലഘട്ടം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഈ റീസെൻ്റിലായിട്ട് അടിയും പേടിച്ചു പോയ ഒരുത്തൻ അതിനിടയിൽ കിടന്ന് നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഉണ്ണി മുതൽ അറിയാതെയാണോ സീക്രട്ട് ഏജന്റിന് അയാൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞത്? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുക അല്ലേ? പേരുപയോഗിക്കാൻ ഞാൻ പലവട്ടം ഉപയോഗിച്ചുള്ള ചെങ്ങായി ഒരു എന്താ പറയുക, എനിക്കെതിരെ നടന്ന കുറേ PR അറ്റാക്ക് അതിനെ കുറിച്ചിട്ടിപ്പോൾ റീസെൻ്റ്ലി ഒരു ലേഡി അവർ വേറൊരു കേസിന് അകത്ത് പോയിരുന്നു. ആ ലേഡി എനിക്ക് കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഒരു കൈൻഡ് ഓഫ് ഫോൾ പ്ലേ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒന്നത്, രണ്ടാമത് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓബിയസ്ലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, പിന്നെ ഒരു ദേഷ്യം ഉണ്ടാവും. ഇപ്പോൾ ഉണ്ണിയാണെങ്കിലും പല ഇൻ്റർവ്യൂസിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനാണെങ്കിലും ഉണ്ണി മുന്തനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ആ ക്രിക്കറ്റ് ഫീൽഡിൽ അതാണ് തീർന്നു കിട്ടി. ഇപ്പോൾ ഒരു ഫോൺ കോളിനപ്പുറം ഉണ്ടോ ഉണ്ണി മുന്തൻ? ഉണ്ട്, ഓബിയസ്ലി ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അഖിൽ മാരാർ ഉണ്ണി മുന്തൻ, അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നല്ലോ BJP-യുടെ സ്ഥാനാർത്ഥികളോ എന്ന് വെച്ചിട്ട്. എങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ ചോദിച്ചു, പറഞ്ഞു നോ ഡൂഡ്, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കാരണം എൻ്റെ അറിവിൽ ഉണ്ണി മുന്തൻ ഇപ്പോഴും പ്രത്യക്ഷമായിട്ട് ഞാൻ BJP ആണെന്നോ സംഘപരിവാറാണെന്നോ അല്ലെങ്കിൽ ആ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളോ എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും രാജ്യസ്നേഹി എന്നുള്ള ലേബലിലാണ് നിൽക്കുന്നത്. ഒരു വലിയ മോദി ഇഷ്ടക്കാരനാണ്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടാം, ഒരു നേതാവിനെ ഇഷ്ടപ്പെടാം, അതൊക്കെ ഒരു ഇൻഡിവിജ്വലിന് താല്പര്യമാണ്. പക്ഷെ ആശയം കൺസീവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് BJP അനുകൂലിയാവണമെന്നില്ല. അത്രേ ഉള്ളൂ. ഒരു BJP സംഘപരിവാർ മറ്റേ ഹിന്ദുത്വ ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരണമെന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ പറ്റണം. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല ഇയാള്. ഞാനപ്പോ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാത്തത് കൊണ്ടാണോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നോ. അങ്ങനെ ഒരു ഫോൺ കോൾ അപ്പുറത്തുണ്ട്. ഞാൻ BJP അനുകൂലിയല്ല എന്ന് അങ്ങനെ പറയാൻ മാത്രം ആളുണ്ട്. ഇല്ല, പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പൊളിറ്റിക്സ് ഉണ്ട്, അയാൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ കാണാത്തത് കൊണ്ടാണോ നമുക്ക് ചോദിക്കണല്ലോ. പണ്ട് അത് ചോദിക്കാൻ പറ്റിയിരുന്നില്ല, അത് ചോദിക്കാൻ പറ്റൂലോ. അപ്പൊ കൃത്യമായിട്ടില്ല, ഞാൻ എവിടെയും പൊളിറ്റിക്സ് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. That was his answer. ഈ അഖിൽമാരാറിനെ കത്തി ചോദിക്കണല്ലോ വിശേഷം. ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു റെലവൻസ് അത് നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളും അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ലൈവിൽ പറയുന്നുണ്ട്. അല്ലാതെ ഒഫീഷ്യലി അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്പനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതർ ദാൻ മിഡ് നൈറ്റ് അറ്റ് മുള്ളൻകൊല്ലി എന്നുള്ളൊരു ശ്രമം അല്ലാതെ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പൊ ഈ റെലവൻസ് കുറയുമ്പോൾ പിന്നെയും സഹിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമായിട്ട് മാത്രമായിട്ടാണോ സീക്രട്ട് ഏജന്റ് തോന്നിയിട്ടുള്ളത്? അല്ല അഖിലിന് ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാനത് ഇതിന്റെ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഈ അഖിലിനെ ഞാൻ പരിചയപ്പെടുന്നത് ജനം TV നടക്കുന്ന ഡിബേറ്റിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സിയാദ് കോക്കറുള്ള ഒരു വേദിയിൽ കച്ചറയായി. അന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് അഖിൽ എന്നെ വിളിച്ച് പറയുന്നത്, സായി എനിക്ക് നിന്നോട് അങ്ങനത്തെ സീനൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഇയാളൊരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കഴിഞ്ഞിട്ടോ എന്നെ വിളിക്കണേ. ആ പോസ്റ്റ് വാസ് ലൈക്ക്, ഞാനും ഖാദർ കരിപ്പൊടിയും ഞങ്ങൾ സുഡാപ്പീസ് ഈ പറഞ്ഞ SDPI ഇതിന്റെയൊക്കെ എന്താ ചാരന്മാരാണെന്നോ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര വലിയ വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് ഭയങ്കര ഹേർട്ട് ചെയ്യും നമ്മള്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യക്ഷത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടീന്റെ ആളാന്ന് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളാകെ ഇതാവുമല്ലോ. അപ്പൊ നമ്മളത് സംസാരിച്ച് തുടങ്ങിയ ബന്ധമാണ് ഞാനും അഖിൽമാരും. അന്ന് മുതലേ അഖിൽമാരൊരു ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സീസണിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പമാണ് കോള് വന്നത്, ഇന്റർവ്യൂ ഞങ്ങൾ ഒപ്പമാണ് അറ്റൻഡ് ചെയ്തത്. സോ ആ ടൈമിൽ നമ്മൾ ഭയങ്കര സംസാരമാണ്. ഞങ്ങൾ രാത്രി മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
ഈ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു പ്രോസ്പെക്റ്റ് ഉണ്ട്. ഭാവിയിൽ രാഷ്ട്രീയം അയാൾ എടുത്തു വെച്ചൊരു ഐഡിയ ആണ്. അതില്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അഖിൽ മാരാർക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് എപ്പോൾ വേണേ അയാൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അത് അയാൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയം എന്നുള്ള അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ പല സാഹചര്യങ്ങളിലായിട്ട് അയാൾ, എനിക്ക് തോന്നിയിട്ടുള്ളത്, പല തോണിയിൽ കാലിട്ട് പോയിരുന്നു. ഏത് കിട്ടിയാലും ഞാൻ എടുക്കും, എനിക്ക് എവിടെയും സീറ്റ് കിട്ടിയാൽ മതി, ഈ മെന്റാലിറ്റി ആയിരുന്നു. കാരണം അയാളുടെ ഒരു പാസ്റ്റിൽ അയാൾക്ക് കിട്ടിയ രാഷ്ട്രീയപരമായിട്ടുള്ള അടികൾ അങ്ങനെ ആയതുകൊണ്ട് അയാൾ ആരും വിശ്വസിക്കാത്തതായിരിക്കാം. അതുകൊണ്ടാവും അയാൾ പല തോണി കാലിട്ടത്. അങ്ങനെ അയാളിലൂടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കണ്ടത് പല സമയങ്ങളിൽ ഈ പറഞ്ഞ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ വാക്കുകൾ. ചില സമയത്ത് കോൺഗ്രസിന്റെ മൗത്ത് പീസ് ആയിട്ടുണ്ട്. ഒരു ലൈസൻസിന്റെ ഇഷ്യൂ വന്നിട്ട് ലാസ്റ്റ് അയാൾക്ക് ലൈസൻസും RC ബുക്കും കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ പൊക്കി പറഞ്ഞു. അപ്പൊ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിരുന്നില്ല. ബട്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം അയാൾക്ക് ഡെഫിനറ്റ്ലി അയാളുടെ എന്താ പറയാ മാനിഫെസ്റ്റേഷൻ ലിസ്റ്റിലുള്ളതാണ്. പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളത് അയാൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. അതിലേക്കൊരു വഴി മാത്രമാണ് എന്തായത്, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ അയാൾക്ക് ഒരു ഫെയിം കൊടുത്തു. ഇപ്പൊ അയാൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സുഖമാണ്. പണ്ട് ഡയറക്ടർ ആയിട്ടിരുന്ന അഖിൽ മാരാർക്ക് ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതാരും എടുക്കില്ല. പക്ഷെ ഇന്ന് അയാൾക്ക്, ഇപ്പം ഞാൻ പല വേദികളിൽ, കോൺഗ്രസിൻ്റെ വേദികളിൽ, ഇപ്പം ഞാൻ നമ്മുടെ മാത്യു കുഴൽനാടൻ നടത്തിയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫ്യൂച്ചർ പൊളിറ്റിക്സ് എന്ന്. അതിനകത്ത് VD സതീശനുണ്ട്, മാത്യു കുഴൽനാടുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട് കോൺഗ്രസിൻ്റെ നേതാവ്. ആ വേദിയിൽ അഖിൽ മാരാർ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 വേദിയിലൊക്കെ അഖിൽ മാരാർ വന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പാർട്ടി ഇൻസൈഡിൽ നിന്ന് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം UDF പാർട്ടിയിലെ നേതാക്കന്മാരും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സെക്രട്ടറീസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഇവരോട് സംസാരിക്കുമ്പോൾ അഖിലിന്റെ നെഗോസിയേഷൻസ് എനിക്കറിയാം. സോ നമുക്കറിയാം, ഓക്കെ ഇയാളുടെ മോട്ടീവ് ഇതാണ്, അയാൾക്ക് സീറ്റ് വേണം, ശ്രമിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആ സാധനത്തിന് അയാൾക്ക് വർക്കൗട്ട് ആയില്ല. വാട്ട്സ് ദ നെക്സ്റ്റ് ഓപ്ഷൻ? ഇയാൾ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. ഒരു നോർമൽ എന്താ പറയുക, ഇപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ റോബിനൊരു പൊട്ടത്തരാണ് കാണിച്ചത്. ഞാൻ സംഖ്യ എന്ന് തുറന്നു പറഞ്ഞു, പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ല. ബട്ട് ഇപ്പോൾ ഈ ഇന്റർവ്യൂ ഒന്നും ഔട്ട് ചെയ്യാൻ എനിക്കറിയില്ല. ബട്ട് നിയർ ഫ്യൂച്ചറിൽ അയാൾക്ക് എന്ത് കിട്ടും, മെമ്പർഷിപ്പും കിട്ടും, എല്ലാ പരിപാടിയും അയാളുടെ ഓണാണ്. പക്ഷെ അയാളത് ഭയങ്കര ഏർലി ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, പറഞ്ഞ് സംഖ്യയായി, സ്വയം സംഖ്യയായി. പക്ഷെ അഖിൽ അവിടെയും ബുദ്ധിപൂർവ്വം കളിച്ചു. ചാണകക്കുഴിയിൽ ചാടിയതുമില്ല, ഇന്ന് അതിന്റെ വക്കത്ത് വരെ വന്ന് നിൽക്കും ചെയ്തു. ഇനി നാളെ വേണമെങ്കിൽ ആ പാർട്ടിയെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് തന്നെ ചാടും ചെയ്യാം. ശരിക്കും ഇതൊരു നമ്മളെ അൻവർക്കുണ്ട്, അൻവറിന്റെ ഒരു സ്ട്രാറ്റജിയാണ്, അൻവറിന്റെ ഒരു 144p അതാണെങ്കില്. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും സിംഹമാടാന്ന് കാണിച്ച അൻവറുണ്ട്, കാണിക്കാൻ പോയ അൻവർ. അതേപോലെ അതായത് ഞാൻ അവിടുന്ന് പോന്നു, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, ഇന്നങ്ങൾ വേണമെങ്കിൽ എടുത്തോളി എന്നാണ് ആരോട് പറഞ്ഞത്, കോൺഗ്രസ്സുകാരോട് അൻവർ പറഞ്ഞത്. അതേപോലെ കോൺഗ്രസ് നിന്ന് പോകുന്നു, 2020 കയറി, ഇനി ഒരു ഇലക്ഷൻ നേരിട്ടിട്ട് തോറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് 10 സീറ്റ് ഇവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത വട്ടം കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കും. അത്ര മതി. ഇപ്പൊ എല്ലാം ജയിക്കാൻ വേണ്ടി ഇപ്പൊ രാഷ്ട്രീയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു സീറ്റിൽ നിന്നിട്ട് അങ്ങോട്ട് ജയിക്കാന്നല്ല, തോൽക്കുന്ന തോൽവിയുടെ പ്രഹരം കുറച്ച് ഡീസന്റ് ആയിട്ട് തോൽക്കുക, അതൊരു ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിയാണ് അഖിൽ മാരാർക്കുള്ളത്. എന്താ ചൂട്, അല്ല എന്തു ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.